കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ 2 ഡിവിഷനുകളിൽ നടന്ന റീകൌണ്ടിംഗിലും ഫലത്തിൽ മാറ്റമില്ല. പുത്തികെ ബേക്കൽ ഡിവിഷനുകളിലെ വോട്ടുകളാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച രാവിലെ വീണ്ടും എണ്ണിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ ബേക്കൽ പുത്തികെ ഡിവിഷനുകളിലെ വോട്ടുകൾ വീണ്ടും എണ്ണാൻ ഉത്തരവിട്ടത്. പൊതുവിലുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ശനിയാഴ്ച വൈകിട്ട് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ തന്നെ റീകൌണ്ടിംഗ് ആരംഭിച്ചിരുന്നു. ആദ്യം വോട്ടെണ്ണിയ അതേ കേന്ദ്രങ്ങളിൽ വെച്ചാണ് വീണ്ടും വോട്ടുകൾ എണ്ണിയത്. ജില്ലാ പഞ്ചായത്ത് ഭരണത്തിൽ ഏറെ നിർണായകമാകുമായിരുന്ന റീകൌണ്ടിംഗ് പൂർത്തിയായപ്പോൾ പക്ഷേ ഫലത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ബേക്കൽ ഡിവിഷനിൽ LDF-ലെ TV രാധികയും പുത്തികെ ഡിവിഷനിൽ UDF-ലെ JS സോമശേഖരയും തങ്ങളുടെ വിജയം നിലനിർത്തി. റീകൌണ്ടിംഗിലും ഫലത്തിൽ മാറ്റമില്ലാതായത് സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല, ഇവരെ മത്സര രംഗത്തിറക്കിയ പാർട്ടികൾക്കും മുന്നണികൾക്കും ഏറെ ആശ്വാസമായി. ശനിയാഴ്ചത്തെ ആദ്യ വോട്ടെണ്ണൽ പുരോഗമിക്കവേ ഉണ്ടായ അനിശ്ചിതത്വവും ആകാംക്ഷയുമാണ് റീകൌണ്ടിംഗിലും ഉടനീളമുണ്ടായത്. ഇതിനെല്ലാമാണ് ഇപ്പോൾ അറുതിയായിരിക്കുന്നത്. പുത്തികയിലെ വിജയത്തിൽ അടിവരയിട്ട UDF-ലെ JS സോമശേഖരയും ബേക്കലിലെ വിജയത്തിൽ അടിവരയിട്ട LDF-ലെ TV രാധികയും ജില്ലാ ഭരണാധികാരിയിൽ നിന്നും വിജയപ്രഖ്യാപന സാക്ഷ്യപത്രവും ഏറ്റുവാങ്ങി. ആകെ 18 ഡിവിഷനുകളുള്ള കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ LDF 9, UDF 8, NDA 1 എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ കക്ഷിനില. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.